ഹായ്, ഗ്രേസ് ഓഫ് കോഡ് മെലഡീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫസ്റ്റ് എപ്പിസോഡ്, നമ്മുടെ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കീബോർഡിൻ്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു കീബോർഡ് ആദ്യമായിട്ട് നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട എന്ന ഉള്ള ഒരു ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്നത്. നമ്മൾ ഒരു കീബോർഡ് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ നോട്ടുകൾ വായിക്കുന്ന ഒക്ടേവ് എന്താണെന്ന്. പിന്നീട് നമുക്ക് ടോണുകൾ എവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നീട് നമ്മൾ സ്റ്റൈൽസ്. ഇത്രയാണ് നമുക്ക് ഒരു കീബോർഡിൽ ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടിരിക്കുന്ന 3 എലമെൻറ്റ്സ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കീബോർഡ് യമഹായുടെ PSR S650. ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു കീബോർഡാണ്. ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ യമഹ കമ്പനി നിർത്തിയതാണ്, എങ്കിലും നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു കീബോർഡായിരുന്നു. അപ്പോൾ എൻ്റെ കീബോർഡ് യമഹ PSR S650 കീബോർഡാണ്. അപ്പം ഈ കീബോർഡ് ഒരു അറേഞ്ചർ കീബോർഡാണ്. അപ്പോൾ ഈ കീബോർഡിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. യമഹയുടെ ഒട്ടുമിക്ക അറേഞ്ചർ കീബോർഡുകൾ ഏകദേശം ഇതേ രീതിയിൽ തന്നെയായിരിക്കും. ബേസ് കീബോർഡുകൾക്ക്, അതായത് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന കീബോർഡുകൾക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യമേ ഒക്ടേവ് എന്താണെന്ന് നോക്കാം. ഒക്ടേവ് എന്ന് പറയുന്നത് അതിൻ്റെ മലയാളം വാക്ക് സ്ഥായികൾ എന്ന് പറയും. അതായത് നമുക്ക് നോട്ടുകൾ വായിക്കാനായിട്ട് ആ നോട്ടുകളെ ക്രമീകരിച്ചിരിക്കുന്ന ഭാഗമാണ് ഒക്ടേവ്. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 12 മ്യൂസിക്കിൽ 12 നോട്ടുകളാണുള്ളത്. അപ്പോൾ 12 കീസ്, കട്ടകൾ ചേരുന്ന ഒരു ഭാഗമാണ് ഒരു ഒക്ടേവ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഒരു ഒക്ടേവിൽ 12 കീകളാണ് വരുന്നത്. ആ 12 കീകളിൽ 7 എണ്ണം വൈറ്റ് കളറിലും 5 എണ്ണം ബ്ലാക്ക് കളറിലും ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ആ 7 വൈറ്റ് കീ എന്ന് പറയുന്നത് ഫുൾ നോട്ടായിരിക്കും. ആ നോട്ടുകളുടെ ഫുൾ നോട്ട്സ് ആയിരിക്കും. ബ്ലാക്ക് കീ ആയിട്ട് വരുന്നത് ഹാഫ് നോട്ട്, അല്ലെങ്കിൽ ഷാർപ്പ് ഓർ ഫ്ലാറ്റ് നോട്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഒക്ടേവ് നോക്കാം. ഒരു ഒക്ടേവിൽ ഫസ്റ്റ് നോട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കുവാണെങ്കിൽ, ആ ഒക്ടേവിലെ 2 ബ്ലാക്ക് കീകൾ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കീബോർഡ് എടുക്കുമ്പോൾ കാണുമ്പോൾ 2 ബ്ലാക്ക് ഇപ്പറയും 3 ബ്ലാക്ക് അടുത്ത സെക്ഷനിലുമായിട്ട് കാണാൻ സാധിക്കും. അതായത് ഇവിടെ 2 ബ്ലാക്കും ഇവിടെ 3 ബ്ലാക്കും. അപ്പം ഈ 2 ബ്ലാക്ക് വരുന്നതിൻ്റെ തൊട്ടു പുറകിലത്തെ നോട്ടായിരിക്കും ഫസ്റ്റ് നോട്ടായിട്ട് നമ്മൾ പറയുന്ന നോട്ടായിട്ടുള്ള C എന്ന് പറയുന്ന ഒരു നോട്ട്. നമ്മൾ നോട്ടുകൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കീബോർഡിലെ നോട്ട് എന്ന് പറയുന്ന C എന്ന് പറയുന്ന നോട്ട് കണ്ടുപിടിക്കുന്നത് ആ 2 ബ്ലാക്ക് കീകളുടെ തൊട്ട് ബാക്കിൽ വരുന്നതാണ് നമ്മുടെ ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്ന ഒക്ടേവിലെ ഫസ്റ്റ് നോട്ട്. ഇനി നമ്മൾ ആ ഒക്ടേവിലെ ലാസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഈ 3 ബ്ലാക്ക് കീകൾ വരുന്നതിൻ്റെ ലാസ്റ്റ് നോട്ടായിട്ട് വരുന്ന B ആയിരിക്കും ഒരു ഒക്ടേവിലെ ലാസ്റ്റ് നോട്ട്. അങ്ങനെ 12 നോട്ടുകളാണ് ഒരു ഒക്ടേവിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ C മുതൽ ഈ B വരെയായിരിക്കും നമുക്ക് ഒരു ഒക്ടേവ് എന്ന് പറയുന്നത്. അത് നമുക്ക് കീബോർഡ് കാണുമ്പോൾ തന്നെ ആ രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. 2 ബ്ലാക്ക് 3 ബ്ലാക്ക് 2 ബ്ലാക്ക് 3 ബ്ലാക്ക് 2 ബ്ലാക്ക് 3 ബ്ലാക്ക് അങ്ങനെയാണ് അവർ തന്നിരിക്കുന്നത്. അതാണ് ഒരു ഒക്ടേവ്. ആ 2 ബ്ലാക്ക് 2 3 5 ബ്ലാക്ക് വരുന്നതാണ് ഒരു ഒക്ടേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒക്ടേവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി അടുത്ത ഒരു സെക്ഷനാണ് ടോൺസ്. ടോൺസ് എന്ന് പറഞ്ഞാൽ ഗിത്താറ്, ഫ്ലൂട്ട്, വയലിൻ, സിത്താറ്, സാക്സ് തുടങ്ങിയ ഡ്രം കിറ്റുകൾ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും യമഹ കീബോർഡിൻ്റെ അറേഞ്ചർ കീബോർഡിൻ്റെ ഈ റൈറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ഇവിടെ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് അറേഞ്ചർ കീബോർഡുകളിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും ടോൺസ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൈൽസ്, അതായത് താളങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും നമ്മൾ താളങ്ങൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒക്ടേവും ടോൺസും സ്റ്റൈൽസും എങ്ങനെയാണ് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ബേസ് കീബോർഡാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പഠിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞ് കീബോർഡാണെങ്കിൽ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ തന്നെയായിരിക്കും സ്റ്റൈലും ടോൺസും ഒരുമിച്ചായിരിക്കും നമുക്ക് ആ 2 കട്ടകൾ അവിടെ തന്നിട്ടുണ്ടാവും. അവിടെ നിന്നായിരിക്കും നമ്മൾ നമ്പർ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. പിന്നെ നമുക്ക് യമഹ കീബോർഡുകളിൽ 8 മെമ്മറി ഓപ്ഷൻ തരുന്നുണ്ട്.
അപ്പോൾ ഈ 8 മെമ്മറിയിൽ നമുക്ക് സ്റ്റൈൽസും നമുക്ക് ടോൺസും നമുക്ക് മെമ്മറിയിൽ നമുക്ക് സേവ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് 8 ബാങ്കുകളുണ്ട്. അപ്പോൾ 8 64 ടോൺസും സ്റ്റൈൽസും നമുക്ക് ഈ യമഹ കീബോർഡിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാം ഉണ്ട്. നമുക്ക് USB ഉപയോഗിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മാനുവലായിട്ട് നമ്മൾ റിതം ഓൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ SONC സ്റ്റാർട്ട്, സിൻ സ്റ്റോപ്പ് എന്ന് പറയുന്ന കീ അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം നമുക്ക് ബേസായിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ മുന്നോട്ട് നമ്മൾ നോട്ടുകളും അനുബന്ധ കാര്യങ്ങളും പിന്നെ നമ്മുടെ മെലോഡിയസ് ബീറ്റ്സ് പോലെ ആയിരിക്കുകയില്ല. നമ്മൾ മെലോഡിയസ് ബീറ്റ്സ് എന്നുള്ള ചാനൽ നമുക്കുണ്ടായിരുന്നു, ആ രീതിയിലായിരിക്കുകയില്ല. നമ്മൾ പുത്തൻ പാട്ടുകൾ, അതായത് കൂടുതൽ പാട്ടുകൾ നമ്മൾ നോട്ടുകൾ ഡിസ്പ്ലേയിൽ തന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടുകൾ വായിച്ച് പഠിക്കാനായിട്ടുള്ള ട്രെയിനിങ്ങും നമ്മൾ ഈ ചാനലിലൂടെ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിലയേറിയ കമൻറ്റുകൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കോൺടാക്റ്റ് നമ്പറുകൾ ആവശ്യമുള്ളവർക്കൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്ത് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കോൺടാക്റ്റ് നമ്പറൊക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ലൈക്കുകൾ നൽകി സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.